ന്യൂസ് പ്ലസിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 5, 2025. 7 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 2017 ഏപ്രിൽ 5 തിരുവനന്തപുരത്ത് നന്ദൻകോട് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കൂട്ടക്കൊലപാതകം നടന്നിട്ടുണ്ട്. ആ കൂട്ടക്കൊലപാതകം നടത്തിയ വ്യക്തി കേഡൽ ജിൻസൺ രാജ എന്ന് പറയുന്ന ചെറുപ്പക്കാരനാണ്. ഈ ചെറുപ്പക്കാരൻ നടത്തിയ കൊലപാതകം 4 പേരിലേക്കായിരുന്നെങ്കിൽ വെഞ്ഞാറമൂട്, തിരുവനന്തപുരം ജില്ലയിലെ വെഞ്ഞാറമൂട് അഫാൻ എന്ന 23കാരൻ ചെയ്തത് 5 പേരുടെ കൊലപാതകമാണ്. 6മതൊരാളെ കൊലപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും ആ കൊലപാതകം പൂർണ്ണമാക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല. തലനാഴിഴ കൊണ്ട് അയാളുടെ മാതാവ് രക്ഷപ്പെട്ടു. വെഞ്ഞാറമൂട് കൂട്ടക്കൊലയ്ക്ക് എന്തെങ്കിലും സമാനത മുമ്പ് നടന്ന നന്ദൻകോട് കൂട്ടക്കൊലയ്ക്ക് ഉണ്ടോ എന്നുള്ളത് ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കുകയാണ്. പൂർണ്ണമായും ഈ വീഡിയോ കാണുക. കാരണം ചെറുപ്പക്കാരുടെ മനസ്സിൽ അടിഞ്ഞുകൂടുന്ന ചില മിഥ്യാധാരണകൾ അവരെ എന്തൊക്കെ ചെയ്യിപ്പിക്കും എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ 2 കൊലപാതകങ്ങളും നമ്മളോട് പറയുന്നത്. ഈ കേഡൽ ജിൻസൺ രാജയുടെ കൊലപാതകം ആദ്യം നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കുക. തിരുവനന്തപുരത്തെ നന്ദൻകോട് ബെയിൽസ് കോമ്പൗണ്ടിലാണ് 4 പേര് ഇയാൾ കൂട്ടക്കൊല ചെയ്തത്. കൂട്ടക്കൊല ചെയ്ത ശേഷം വീടിന് ഇയാൾ തീയിടുകയും ചെയ്തു. ഇയാളുടെ കേസ് ഇപ്പോൾ 8-ാം തീയതി തിരുവനന്തപുരം ഡിസ്ട്രിക്ട് വിചാരണ കോടതിയിലേക്ക് വരികയാണ്. അതായത് തിരുവനന്തപുരം 6ാം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയിൽ ഇദ്ദേഹത്തിനെ നേരിട്ട് വിളിച്ചു വരുത്തി കോടതി തയ്യാറാക്കിയ ചോദ്യങ്ങൾ ചോദിച്ച് അതിൽ നിന്നും ഇയാളുടെ ഉത്തരങ്ങൾ കണ്ടെത്തി കേസിനെ സംബന്ധിച്ചിട്ടുള്ള തുടർ നടപടികൾ സ്വീകരിക്കുകയാണ്. ഇതും അപൂർവമായ കാര്യമാണ്. ഈ കേഡൽ ജിൻസൺ രാജ മാനസിക ആരോഗ്യം ഇല്ലാത്ത ആളാണെന്നുള്ള റിപ്പോർട്ടുകളെ തുടർന്നാണ് കുറേ നാളുകളോളം ഇതിൻ്റെ കേസ് സംബന്ധമായ നടപടികൾ ഇഴഞ്ഞു പോയത്. 7 വർഷമായി അയാൾ തിരുവനന്തപുരത്തെ പൂജപ്പുര സെൻട്രൽ ജയിലിലെ 7267 നമ്പർ സെല്ലിലാണ്. ഒറ്റപ്പെട്ട് അയാൾ കഴിയുകയാണ് അവിടെ. അന്ന് ഈ കേഡൽ ജിൻസൺ രാജ ചെയ്തത് തിരുവനന്തപുരം ഈ നന്ദൻകോട് എന്ന് പറയുന്ന സ്ഥലത്ത് അയാളുടെ മാതാപിതാക്കളും അയാളും താമസിച്ചിരുന്ന വീട്ടിൽ വെച്ചിട്ടാണ് ഈ കൊലപാതകം അയാൾ നടത്തിയത്. ഇതും ഒരു ക്രൂരകൃത്യം തന്നെ ആയിരുന്നു. അയാളുടെ മാതാവും ഡോക്ടറുമായ ജീൻ പത്മ, അവരുടെ ഹസ്ബൻഡ്, അതായത് കൊലപാതകിയായ കേഡൽ ജിൻസൺ രാജയുടെ പിതാവായ പ്രൊഫസർ രാജാ തങ്കം, അവരുടെ മകൾ, അതായത് കേഡൽ ജിൻസൺ രാജയുടെ സഹോദരി കരോലിൻ, ഈ കുടുംബത്തിൻ്റെ ബന്ധുവായ ലളിത എന്നിവരെയാണ് ഈ ചെറുപ്പക്കാരൻ കൊന്നു തള്ളിയത്. ഡോക്ടറുടെയും ഭർത്താവിൻ്റെയും മകളുടെയും ഡെഡ് ബോഡീസ് കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു. ശരിക്കും അസ്ഥികൂടങ്ങൾ മാത്രമാണ് പോലീസിന് കണ്ടെടുക്കാൻ കഴിഞ്ഞത്. വീടിൻ്റെ മുകളിലത്തെ ടോയ്ലറ്റിന് സമീപമാണ് ഇവരെയെല്ലാം കൊന്ന് തള്ളി ഇട്ടിരുന്നത്. ലളിത എന്ന് പറഞ്ഞ ആ വീട്ടിൽ വന്ന ബന്ധുവിനെ ബെഡ്റൂമിൽ പോളിത്തീൻ കവറിലും ബെഡ്ഷീറ്റിലും പൊതിഞ്ഞ നിലയിലുമാണ് കണ്ടെത്തിയത്. വീട്ടിൽ നിന്നും പുക ഉയരുന്നത് കണ്ട് അയൽക്കാരാണ് പോലീസിനെയും ഫയർഫോഴ്സിനെയും വിവരം അറിയിച്ചത്. അവരെത്തി തീയണച്ച് അകത്ത് കയറുമ്പോഴാണ് ഈ മൃതശരീരങ്ങൾ കണ്ടെത്തുന്നത്. പക്ഷേ ഈ വ്യക്തി, അതായത് കൊലപാതകം നടത്തിയ മകൻ കേഡൽ ജിൻസൺ രാജയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. കൊലപാതകം നടന്ന് 3-ാമത്തെ ദിവസം
തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് പോലീസ് ഇയാളെ കസ്റ്റഡിയിൽ എടുത്തത്. 2 ദിവസം ഇയാൾ ചെന്നൈയിൽ ഈ കൊലപാതകം നടത്തിയതിന് ശേഷം ഇയാൾ രക്ഷപ്പെട്ടു പോയിരുന്നു. തിരിച്ച് വരുന്ന തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്ന വേളയാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തത്. ഇയാൾ ഈ കൊലപാതകം നടത്തുന്നതിന് വളരെ സമർത്ഥമായ നീക്കങ്ങളാണ് നടത്തിയിരുന്നത്. വീട്ടിൽ ആളുണ്ടെന്ന് ധരിപ്പിക്കാൻ കൊലപാതകത്തിന് ശേഷവും 5 പേർക്കുള്ള ഭക്ഷണം പുറത്തുനിന്നും ഇയാൾ വാങ്ങി. പ്ലാസ്റ്റിക് ബാഗിൽ സൂക്ഷിച്ച മൃതദേഹങ്ങൾക്കരികിലിരുന്ന് ഇയാൾ ഈ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ആ ഡെഡ് ബോഡിക്കരികിലിരുന്ന് തന്നെ ഇയാൾ ഉറങ്ങുകയും ചെയ്തു. വീട്ടിൽ നിന്നും അവസാനം ഈ ഡെഡ് ബോഡീസിനെ മുഴുവൻ കത്തിക്കരിക്കുന്നതിന് വേണ്ടിയാണ് അയാൾ വീടിന് തീവച്ചത്. തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയ ഇയാളെ കാലിൽ പാട് ശ്രദ്ധിച്ച പോലീസ് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത് വീട് തീയിട്ടപ്പോൾ തീ കുറച്ച് ഇയാളുടെ കാലിലേക്ക് പകരുകയും അങ്ങനെയാണ് ഈ പാടുണ്ടായതും എന്നുള്ളതാണ് അയാൾ പോലീസിനോട് പറഞ്ഞത്. ഇയാൾ തന്നെയാണ് കൊലപാതകം നടത്തിയത് എന്ന് ഇയാൾ സമ്മതിക്കുകയും ചെയ്തു. ഇതിനു മുമ്പ് ഈ കൊലപാതക പരമ്പരയ്ക്ക് ശേഷം താനും കൊല്ലപ്പെട്ടു എന്ന് വരുത്തി തീർക്കാൻ ഒരു ഡമ്മിയെയും ഇയാൾ തീ കത്തിച്ച് അവിടെ കൊലപ്പെടുത്തിയ നിലയിൽ ഇട്ടിരുന്നു. പക്ഷേ ഡമ്മിയാണെന്ന് പിന്നീട് കണ്ടെത്തി. തുടർന്ന് തന്നെയാണ് ഈ മർഡർ നടത്തിയ ആൾ ഇവിടെ നിന്നും വീട്ടിൽ നിന്നും രക്ഷപ്പെട്ടു പോയി എന്ന് പോലീസ് മനസ്സിലാക്കുകയും ചെയ്യുന്നത്. എന്തിനിത് ചെയ്തു എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത്, എനിക്ക് ആത്മാക്കൾ ആകാശത്തേക്ക് പോകുന്നത് കാണാമായിരുന്നു. ഞാൻ ആത്മാക്കളെ ആകാശത്തേക്ക് പറഞ്ഞു വിട്ടതാണ് എന്നാണ് ഇയാൾ മറുപടി പറഞ്ഞത്. അതും ചിരിച്ചുകൊണ്ടാണ് പോലീസിനോട് ഇയാൾ മറുപടി പറഞ്ഞത്. ഇയാളും വീട്ടിൽ ഒറ്റയ്ക്കാണ് താമസം. ഒറ്റയ്ക്ക് എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്കുള്ള മുറിയിൽ, ഒറ്റപ്പെട്ട മുറിയിലാണ് കൂടുതൽ സമയവും ചെലവഴിച്ചിരുന്നത്. മാതാപിതാക്കളും മറ്റുള്ളവരും വീട്ടിൽ ഉണ്ടെങ്കിലും ഇയാൾ അധികം അവരുമായിട്ട് കൂടുതൽ ഇടപഴകാൻ പോകാതെ അയാൾ ഒഴിഞ്ഞു മാറിയുള്ള ഒരു ജീവിതമായിരുന്നു. പല പഠനങ്ങൾക്കും വേണ്ടി മാതാപിതാക്കൾ ഇയാളെ നിർബന്ധിച്ച് പറഞ്ഞയച്ചെങ്കിലും ഇയാൾ പഠനങ്ങളൊന്നും പൂർത്തിയാക്കാതെ വീട്ടിൽ വന്ന് അടച്ചിരിക്കുന്ന പ്രകൃതമായിരുന്നു. കൂടുതൽ സമയം ഇയാൾ ഓൺലൈനിലാണ്. ഓൺലൈനിൽ അയാൾ പലപ്പോഴും പലതരം ഗെയിമുകൾ കളിക്കുന്നതും അതേപോലെ ഈ ആസ്ട്രജൻ പ്രൊജക്ഷൻസ് എന്ന് പറയുന്ന ആത്മീയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ചില കപടതകളിൽ മുങ്ങിത്താഴുകയും ചെയ്തിരുന്നു. അതിൽ നിന്ന് ഒക്കെ കിട്ടിയ പ്രചോദനങ്ങളാണ് അയാൾക്ക് ഈ കൊലപാതകം നടത്താനുള്ള ഊർജം നൽകിയത്. ഇതാണ് കേഡൽ ജിൻസൺ രാജ നടത്തിയ കൊലപാതകത്തിൻ്റെ ഒരു ശരിയായ രീതിയിലുള്ള ഒരു വിവരണം. ഇതിൻ്റെ കൂടുതൽ വിവരണങ്ങളും കേഡൽ ജിൻസൺ രാജയുടെ വീടും സംബന്ധിച്ച മറ്റൊരു വീഡിയോ വൈകാതെ ഈ ചാനലിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് ഈ അഫാൻ എന്ന് പറയുന്ന വെഞ്ഞാറമൂട് 5 പേരെ കൂട്ട കൊല നടത്തിയ വ്യക്തിയും കേഡൽ ജിൻസൺ രാജയും തമ്മിൽ ഈ കൊലപാതക പരമ്പരയുടെ കാര്യത്തിൽ എന്തെങ്കിലും സാമ്യത ഉണ്ടോ എന്നുള്ളതാണ്. ഇവിടെ ആദ്യം പറയേണ്ട കാര്യം, ഈ 2 പേരും ഉറ്റവരെ തന്നെയാണ് കൊലപ്പെടുത്തി എന്നുള്ളത്. അഫാൻ തൻ്റെ ഉമ്മയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു, പക്ഷേ രക്ഷപ്പെട്ടു. അനിയനെ കൊലപ്പെടുത്തി, കാമുകിയെ കൊലപ്പെടുത്തി, പിതാവിൻ്റെ മാതാവിനെ കൊലപ്പെടുത്തി, പിതാവിൻ്റെ സഹോദരനെയും ഭാര്യയെയും കൊലപ്പെടുത്തി. ഇതിന് അഫാൻ 2 കൊലപാതകങ്ങൾ, അതായത് കാമുകിയെയും അനിയനെയും സ്വന്തം വീട്ടിൽ വെച്ച് തന്നെയാണ് കൊലപ്പെടുത്തിയത്. കാമുകിയായ ഫർസാനയെ അവളുടെ വീട്ടിൽ നിന്നും വിളിച്ചു വരുത്തി തൻ്റെ വീട്ടിൽ വെച്ച് കൊലപ്പെടുത്തുന്നു. അനിയനെ സ്കൂൾ വിട്ട് വന്നതിന് ശേഷം അനിയനെ കുഴിമന്തി വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞയച്ചു. അവൻ അതുമായി തിരിച്ചെത്തിയപ്പോൾ അത് കഴിക്കാൻ പോലും അനുവദിക്കാതെ അവനെയും അവിടെ കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത്. മാതാവിനെയും ഈ വീട്ടിൽ വെച്ച് തന്നെ ആദ്യം കൊലപ്പെടുത്താൻ നന്നായി ശ്രമിച്ചെങ്കിലും അവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്നു മാത്രം. അതിനുശേഷം ബൈക്കെടുത്ത് പോയിട്ടാണ് അയാൾ ഉമ്മുമ്മയെ കൊല്ലുന്നത്.
ഉമ്മുമ്മയെ കൊന്ന് തിരിച്ചു വന്നതിന് ശേഷമാണ് അനിയനെയും കാമുകയെയും കൊല്ലുന്നതെങ്കിലും ആദ്യം മാതാവിൻ്റെ മേൽ ആണ് അയാൾ ആക്രമണം അഴിച്ചുവിട്ടത്. പിന്നീടാണ് പോയി ഉമ്മുമ്മയെ കൊലപ്പെടുത്തുന്നതും അതേപോലെ പിതാവിൻ്റെ സഹോദരനെയും ഭാര്യയെയും കൊലപ്പെടുത്തുന്നത്. അത് അങ്ങോട്ട് പോയി ചെയ്യുന്നതാണ്. പക്ഷേ ഇവിടെ കേഡൽ ജിൻസൺ രാജ ഈ കൊലപാതകങ്ങളെല്ലാം സ്വന്തം വീട്ടിനകത്തു വെച്ചു തന്നെ ചെയ്യുകയാണ്. അയാളും ചെയ്തത് അയാളുടെ അമ്മയെ കൊലപ്പെടുത്തുന്നു, പിതാവിനെ കൊലപ്പെടുത്തുന്നു, സഹോദരിയെ കൊലപ്പെടുത്തുന്നു, ബന്ധുവിനെ കൊലപ്പെടുത്തുന്നു. ഈ ബന്ധു ഈ വീട്ടിനകത്തുണ്ടായിരുന്നു. അങ്ങനെ ഈ ആളുകളെ ഇതിനകത്ത് വെച്ചു തന്നെ അയാൾ കൊലപ്പെടുത്തുന്നു 4 പേരെയും. അഫാൻ തൻ്റെ മാതാവിനെ കൊലപ്പെടുത്തുന്നതിന് തുല്യമായ രീതിയിൽ തന്നെയാണ് അയാൾ ഈ കൊലപാതകത്തിന് ശ്രമം നടത്തിയത്. ഇവിടെ ഈ കേഡൽ ജിൻസൺ രാജ സഹോദരിയെ കൊലപ്പെടുത്തി എങ്കിൽ വെഞ്ഞാറമൂട്ടിൽ അഫാൻ അനുജനെയാണ് കൊലപ്പെടുത്തിയത്. ബന്ധുവിനെ ഉള്ളതുകൊണ്ട് അവരെ കൊലപ്പെടുത്താനാണ് കേഡൽ ജിൻസൺ രാജ ശ്രമിച്ചതെങ്കിൽ അഫാൻ ബൈക്ക് എടുത്തുകൊണ്ടുപോയി 3 ബന്ധുക്കളെ അവരുടെ വീട്ടിൽ പോയി കൊലപ്പെടുത്തിയിട്ട് തിരിച്ചു വരികയാണ് ചെയ്തത്. ഇതാണ് ഈ കൊലപാതകത്തിൽ നടന്ന ഒരു പ്രത്യേകത. രണ്ടാമത്, ഈ കേഡൽ ജിൻസൺ രാജ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ആസ്ട്രജൻ പ്രൊജക്ഷൻസ് എന്ന് പറയുന്ന ഒരു ആത്മീയ മനോവികാരത്തിൻ്റെ അടിമയായിരുന്നു. OCD എന്ന് പറയുന്ന ഒരു രോഗാവസ്ഥയുടെ ഭാഗമാണിത്. അങ്ങനെ ആയതുകൊണ്ടാണ് അയാൾ ഈ കൊലപാതകം നടത്തിയതെന്നാണ് അയാൾ പോലീസിനോട് പറഞ്ഞതെങ്കിലും ഇവിടെ വെഞ്ഞാറുമൂട് കൊലപാതകത്തിൽ അഫാൻ അങ്ങനെ ഒരു ആത്മീയപരമായ കാര്യങ്ങളോ ആസ്ട്രജൻ പ്രൊജക്ഷനോ മനോരോഗം സംബന്ധിച്ച വിഷയങ്ങളോ ഒന്നും അയാളെ ബാധിച്ചിരുന്നില്ല. അയാളെ ബാധിച്ചിരുന്നത് പ്രധാനമായും പകയായിരുന്നു. തന്നെ ഇൻസൾട്ട് ചെയ്ത, തൻ്റെ കുടുംബത്തിനെ അവഹേളിച്ച, സാമ്പത്തികപരമായി തൻ്റെ കുടുംബത്തിനെ സഹായിക്കാത്ത ഉമ്മുമ്മയെയും പിതാവിൻ്റെ സഹോദരനെയും സഹോദരൻ്റെ ഭാര്യയെയും അയാൾ കൊലപ്പെടുത്തിയതിൻ്റെ പിന്നിൽ ഒരു പകയുടെ വലിയൊരംശം ഉണ്ടായിരുന്നു. ഈ കേഡൽ ജിൻസൺ രാജയ്ക്കും പക തന്നെയായിരുന്നു ഉണ്ടായിരുന്നതെന്ന് പിന്നീടുള്ള ചോദ്യം ചെയ്യലിൽ നിന്നും വ്യക്തമായി. കാരണം പിതാവും മാതാവും സഹോദരിയുമൊക്കെ തന്നെ ഇയാൾ പഠിക്കാത്തതിനെക്കുറിച്ചും ഇയാൾ തൊഴിൽ ചെയ്യാത്തതിനെക്കുറിച്ചും നിരന്തരമായി ഇൻസൾട്ട് ചെയ്യുമായിരുന്നു. ഭക്ഷണ മേശയിൽ ഇരിക്കുമ്പോൾ പോലും ഈ കേഡൽ ജിൻസൺ രാജ എന്ന ചെറുപ്പക്കാരന് കുടുംബത്തിൻ്റെ പരിഹാസം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അയാൾ ഈ കാര്യത്തിൽ വളരെ അധികം ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നു മാനസികമായി. ഈ അവസ്ഥയാണ് കേഡൽ ജിൻസൺ രാജയെ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്ന് വേണം കരുതാൻ. അതിന് ഒരു പക്ഷേ ഈ ആസ്ട്രജൻ പ്രൊജക്ഷൻ എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥ അയാൾക്ക് കൂടുതൽ ഊർജം നൽകിയിട്ടുണ്ടാകാം. പക്ഷേ ഇത് ഈ സിക്സോഫ്രേനിയ എന്ന് പറയുന്ന മാനസിക രോഗത്തിൻ്റെ ഒരു ലക്ഷണവും വെഞ്ഞാറുമൂട് കൊലപാതകം നടത്തിയ ഈ വ്യക്തിക്ക് അഫാന് ഉണ്ടായിരുന്നില്ല തന്നെ എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇനി പ്രധാനപ്പെട്ട മറ്റൊരു വ്യത്യാസം, കേഡൽ ജിൻസൺ രാജ ഈ കൊലപാതകങ്ങൾ നടത്തിയിട്ട് വീടിന് തീയിട്ടു എന്ന് പറയുന്ന കാര്യമാണ്. അയാൾ വീട്ടിൽ നിന്നും രക്ഷപ്പെട്ടു പോകുന്നതിന് മുമ്പ് വീടിന് തീയിട്ടത് അയാൾ കൂടി ഈ തീ പിടുത്തത്തിൽ മരണപ്പെട്ടു എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനായിരുന്നു അങ്ങനെ ചെയ്തത്. അങ്ങനെ ശ്രമിച്ച ശേഷം അയാൾ രക്ഷപ്പെട്ട് പോവുകയാണ് ഉണ്ടായത്. അപ്പോൾ ഡമ്മിയാണ് അയാൾ കൂടി മരിച്ചു എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അയാൾ ഉപയോഗിച്ച തന്ത്രം. ഈ വെഞ്ഞാറുമൂട് കൊലപാതക പരമ്പരയിലും അഫാൻ വീടിന് തീയിടാൻ ശ്രമിച്ചിരുന്നു. വീടിലെ ഗ്യാസ് കുറ്റി അയാൾ തുറന്നിട്ടിരുന്നു. പക്ഷേ എന്തു കാരണത്താൽ എന്നറിയില്ല അയാൾ അതിന് തീ കൊളുത്തിയില്ല എന്നു മാത്രം. ഗ്യാസും തുറന്നു വിട്ടിട്ടാണ് അയാൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നതും ഈ കൊലപാതക കാര്യങ്ങൾ പോലീസിനോട് പറയുന്നതും. ഇനി മറ്റൊരു വ്യത്യാസം എന്ന് പറയുന്നത്, കേഡൽ ജിൻസൺ രാജ കൊലപാതകങ്ങൾക്ക് ശേഷം രക്ഷപ്പെട്ടു പോവുകയാണ് ചെയ്തത്, ഒളിവിൽ പോവുകയാണ് ചെയ്തത്. പക്ഷേ വെഞ്ഞാറമൂട് കൊലപാതക പരമ്പര നടത്തിയ അഫാൻ ഇങ്ങനെ ഒളിച്ചോടി പോകാൻ ശ്രമിച്ചില്ല. പകരം നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി അത് ഏറ്റുപറയുകയാണ് ചെയ്തത്.
താൻ 6 പേരെ കൊലപ്പെടുത്തി എന്നാണ് അയാൾ പോലീസിനോട് പറഞ്ഞത്. പോലീസ് എത്തുമ്പോഴാണ് മാതാവ് അല്പം ബോധത്തിലാണെന്നുള്ളത് മനസ്സിലാക്കി രക്ഷപ്പെടുത്തി ഹോസ്പിറ്റലിലേക്ക് അയക്കുന്നത്. ഇവിടെ കൊലപാതകം നടന്ന രീതിക്ക് ഏകദേശം ഒരു സമാന സ്വഭാവമുണ്ടെന്ന് പറയാതെ വയ്യ. ഈ കേഡൽ ജിൻസൺ രാജ നന്തങ്കോട് തൻ്റെ മാതാപിതാക്കളെയും സഹോദരിയെയും ബന്ധുവിനെയും കൊലപ്പെടുത്തിയത് ഷാൾ വലിച്ചു മുറുക്കിയും പിന്നീട് വെട്ടുകത്തി കൊണ്ട് അവരുടെ ശരീരം വെട്ടി നുറുക്കിയുമാണ് ആ കൊലപാതകം നടത്തിയത്. വെഞ്ഞാറമൂട്ടിൽ അഫാൻ ചെയ്തത് ചുറ്റിക പ്രയോഗത്തിലൂടെയാണ്. അതും തലയ്ക്ക് തന്നെ മാരകമായ പരിക്ക് ഏൽപ്പിച്ച് കൊന്നതാണ് എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. അപ്പോൾ ഈ കൊലപാതക രീതിക്ക് ഏകദേശം സമാനതകൾ ഉണ്ട്. ഉമ്മയായ ഷെമിയെ അഫാൻ കൊലപ്പെടുത്തിയതും ആദ്യം ഷാൾ കൊണ്ട് കഴുത്തിന് മുറുക്കിയിട്ട് പിന്നീട് 2ാം വട്ടം വന്നിട്ടാണ് ചുറ്റിക കൊണ്ട് ആ സ്ത്രീയുടെയും തലയിൽ അടിച്ചത്. ഉമ്മുമ്മയെയും ആദ്യം കൊലപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ അവരുടെ കഴുത്തിൽ ഷാൾ കൊണ്ട് മുറുക്കിയിട്ടുണ്ടായിരുന്നു. പിന്നീടാണ് അവരെയും തല ചുമരിൽ അടിച്ച് കൊലപ്പെടുത്തിയത്. അപ്പോൾ ഈ പ്രയോഗങ്ങളെല്ലാം ഏകദേശം സമാനമായി വന്നു എന്ന് വേണം നമുക്ക് കാണാനായിട്ടുള്ളത്. ഈ കേഡൽ ജിൻസൺ രാജ നടത്തിയ കൊലപാതകം സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ, ആ രീതിയോ മറ്റോ അഫാനും ഒരു പക്ഷേ നെറ്റിൽ നോക്കി കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകുമോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ രക്ഷപ്പെടുന്ന ഭാഗം മാത്രം വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിലും ബാക്കിയെല്ലാം ഏകദേശം സമാനതകൾ ഉണ്ട് താനും. സാമ്പത്തികപരമായി തങ്ങളുടെ കുടുംബത്തിനു ഉണ്ടായ ബുദ്ധിമുട്ടുകൾ ബന്ധുക്കൾ പരിഹരിക്കാൻ ശ്രമിച്ചില്ല, പകരം അവഹേളിക്കുകയാണ് ചെയ്തത് എന്ന് അഫാൻ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. തൻ്റെ പ്രണയത്തെ അവഹേളിച്ച പിതാവിൻ്റെ സഹോദരനെ വൈരാഗ്യത്തോടുകൂടിയാണ് അഫാൻ കൊലപ്പെടുത്തിയത്. തങ്ങളുടെ ആർഭാട ജീവിതത്തിനെ കുറ്റപ്പെടുത്തി സംസാരിച്ചതു കൊണ്ടുകൂടിയാണ് ഈ മനുഷ്യനെ കൊലപ്പെടുത്തിയത്. സമാനമായ ചില ആക്ഷേപങ്ങൾ പിതാവിൻ്റെ ഉമ്മുമ്മയിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് എന്നും അഫാൻ പറയുന്നുണ്ട്. അതുപോലെ അവർ സാമ്പത്തികപരമായ സഹായിക്കുന്നതിനായി ഈ 90-ാം വയസ്സിലും കഴുത്തിലിട്ട ആഭരണം ഊരിക്കൊടുത്തില്ല എന്നതും അഫാൻ പറയുന്നുണ്ട്. അഫാന് വൈരാഗ്യബുദ്ധി ഉള്ളതുകൊണ്ടാണ് കാമുകിയെ കൊലപ്പെടുത്തിയത് എന്ന് അഫാൻ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. അതായത് കടം ആയി കൊടുത്ത മാല തിരിച്ചു ചോദിച്ചതിലാണ് കാമുകിയോടുള്ള പക അയാൾക്ക് വന്നത്. സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയത്ത് തന്നെ ഈ കാമുകി സഹായിച്ചില്ല എന്നതാണ് അയാൾക്ക് ആ പെണ്ണിനോടുള്ള വൈരാഗ്യം. അനിയനെ കൊന്നത് സ്നേഹത്തിൻ്റെ പേരിലാണ്. താൻ കൂടി മരണപ്പെട്ട് കഴിഞ്ഞാൽ അവൻ ഒറ്റയ്ക്കാവരുത്, അതുകൊണ്ട് എല്ലാവരെയും കൂട്ടി മരണത്തിലേക്ക് പോകാം എന്ന ഒരു ധാരണയിലായിരുന്നു അഫാൻ വെഞ്ഞാറമൂട്ടിൽ കൊലപാതകം നടത്തിയത്. ഇവിടെ കേഡൽ ജിൻസൺ രാജയ്ക്ക് അയാളുടെ ഈ പറയുന്ന മാതാപിതാക്കളോടും ബന്ധുവിനോടൊന്നും യാതൊരു തര സഹതാപമോ സ്നേഹമോ കരുണയോ ഇല്ലായിരുന്നു. പകരം പക തന്നെയായിരുന്നു അയാൾക്ക് ഉള്ളത്. അവിടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഒന്നുമല്ല ഈ കേഡൽ ജിൻസൺ രാജയെ കൊലപാതകിയാക്കി മാറ്റിയത്. പകരം ഈ ബന്ധുജനങ്ങൾ, സ്വന്തം മാതാപിതാക്കൾ പോലും അവഹേളിക്കുന്ന ഒരു അവസ്ഥയിൽ എത്തിയപ്പോൾ ഒരു ചെറുപ്പക്കാരൻ ചെയ്ത ക്രൂരതയാണ് നന്തങ്കോട് നടന്നതെങ്കിൽ അതിന് ഏകദേശം അടുത്തു നിൽക്കുന്ന ചില കാര്യങ്ങൾ കൂടി അഫാൻ്റെ കൊലപാതക പരമ്പരയ്ക്ക് പിന്നിലുമുണ്ട് എന്ന് പകൽ പോലെ വ്യക്തമാണ്. ഇനി നമുക്കറിയാനുള്ളത്, ഈ മാസം 8-ാം തീയതി കേഡൽ ജിൻസൺ രാജയെ തിരുവനന്തപുരം ഈ കോടതിയിൽ, അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി 6-ാം നമ്പർ മുറിയിൽ നടത്തുന്ന ഈ വിചാരണയെ തുടർന്ന് എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. ഇത് സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് ഈ ചാനലിൽ നിശ്ചയമായും പ്രതീക്ഷിക്കാം. സത്യസന്ധമായി കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനാണ് ഈ ചാനൽ ശ്രമിക്കുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മടികാട്ടാതിരിക്കുക. നന്ദി.